ഹലോ 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 ബിനീഷ് അല്ലയോ? ബിനീഷ് വർക്കിലുള്ള ആരാ വിളിക്കണേ? എന്തോ? ബിനീഷ് വണ്ടിയിലാണ് ഞാൻ ഇവിടെ ചെങ്ങന്നൂരിന്നാണ് വിളിക്കുന്നത്. ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ മുളക്കുഴി അറിയിക്കുന്നത്. നിങ്ങൾ പുന്തലയല്ലേ വീട്? അവൻ അവിടെയാണ്. അവനിപ്പോ അങ്കമാലിലാണ്. എന്തുവാ വിഷയം? ഈ വെൺമണി സി രാജേഷ് കൊല്ലംകാരൻ എന്തുവാ ചെങ്ങന്നൂർ എന്താ സംഭവം? എന്തുവാ അത്? എന്താ കേസ്? അവൻ ഒരു 10 ടൈം വരും. അപ്പൊ ഞങ്ങൾക്ക് ഫോൺ കൊടുക്കാം. അല്ല, എന്ത് വിഷയം? അതെന്തോ വിഷയം അറിയില്ല. വെൺമണി ഫി രാജേഷാ ചെങ്ങന്നൂർ നേരത്തെ ഫ്രീ ആയിട്ടിരുന്ന പുള്ളിക്കാരൻ. ഇപ്പൊ വെൺമണി ഫ്രീ ചെയ്യാ. ഈ ഇലക്ഷന്റെ ഇതിന് വന്നതാ. പിന്നെ ചെങ്ങന്നൂരിലെ ജഡ്ജി പത്തനംതിട്ടക്കാരി. അല്ല, അവരെയൊക്കെ ഫോട്ടോ അതാ ചോദിച്ചു എന്തോ വിഷയം. ഞാൻ അവൻ വന്നേ വിളിക്കാൻ പറയാം. ഈ നമ്പറിലേക്ക് വിളിച്ചായില്ലേ? എന്തോ? ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞായില്ലേ? ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അല്ല. എന്റെ പേര് വിവേക്. ഞാൻ അരീക്കര, ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ മുളക്കുഴി അരീക്കരയാണ് താമസിക്കുന്നത്. നമ്മുടെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാ. ജഡ്ജിയെ നമുക്കറിയാം. നമ്മുടെ ഒരു കേസ് ഇപ്പം കോടതി നടക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ചു എന്തുവാ ജഡ്ജിയുടെ ഇട്ടേക്കുന്നത്. പിന്നെ വെൺമണി രാജേഷ് സാറിനെ നമുക്കറിയാവുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയെ പോയി കണ്ടതാ. പുള്ളി നേരത്തെ ചെങ്ങന്നൂർ FI ആയിട്ടിരുന്ന. പിന്നെ പുള്ളിക്കാരൻ കൊല്ലംകാരനാ, ചാത്തന്നൂര്. അപ്പൊ പുള്ളി FI. പിന്നെ പുള്ളി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിരുന്നു. ഇപ്പം പിന്നെ വെൺമണിയിലെ ഇലക്ഷന്റെ ഇതിന് വന്നാ വെൺമണി. പുള്ളി വെൺമണി FI രാജേഷ് പി. അപ്പൊ എന്താ വിഷയം എന്നറിയില്ല. പുള്ളി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. അതായത് ചോദിച്ചത്. ഒന്ന് വിളിക്കാൻ പറയണേ. നിനക്ക് ഫോൺ കൊടുക്കാം. മറ്റേ അവിടുന്ന് പോലീസ് എടുത്തുണ്ട്. ഹലോ. ഹലോ, എന്റെ പേര് വിവേക് എന്നാണേ. ഞാനിവിടെ ചെങ്ങന്നൂരിന്നാ വിളിക്കുന്നത്. ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ അരീക്കര മുളക്കുഴ. എന്താണ്? ഞാൻ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് അതെന്തോ സംഭവം എന്താ? രാജേഷ് സാറിനെ നമുക്കറിയാവുന്ന വെൺമണി FI രാജേഷ് അല്ല പുള്ളിക്കാരൻ. നിങ്ങള് ആ എഴുത്ത് മൊത്തം വായിച്ചായിരുന്നാ? എഴുത്തല്ല, ഇപ്പൊ നമ്മുടെ കേസ് കോടതി നടക്കുന്നുണ്ട്. ജഡ്ജിയെ നമുക്കറിയാവുന്ന. അതാ ഞാൻ ചോദിച്ചു എന്ത് സംഭവം എന്തോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് സംഭവം എന്തോ അത് നിങ്ങള് ആ എഴുത്ത് മൊത്തം വായിച്ച ആളാണോ? എഴുത്ത് ഞാൻ പകുതിയെ വായിച്ചുള്ളൂ. നമുക്കറിയാം. മൊത്തം വായിക്കണം. മൊത്തം വായിക്കുമ്പോ പിടികിട്ടും. അത് എന്തോ അത് കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു കേസ് കൊടുത്തായിരുന്നു. നമ്മൾ കേസേ അവരെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ അതങ്ങ് വിട്ട്. നമ്മളെ കേൾക്കാനും നമ്മളെ വിശ്വാസം ഇല്ലാതെ. പിന്നെ ഞാൻ എന്നെ അങ്ങ് വിശ്വാസം ഇല്ലാത്ത കൂട്ടങ്ങ് ആക്കി. പിന്നെ ഞാൻ എഴുത്തൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിക്കാൻ കൊള്ളാത്ത എഴുത്തുകളാ. ഞാൻ പേഴ്സണലായിട്ട് വിശ്വാസം പോകുന്ന രീതിയിലുള്ള എഴുത്തുകൾ എഴുതിയിരിക്കുന്നത്. അതായത് ആ പേന ഉപയോഗിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റത്തെ വാലിഡിറ്റി അതിനുള്ളൂ. അല്ലെ 8 മണിക്കൂറത്തെ. അതായത് ഒരു ലേബർ സമയം ഇല്ലയോ, ലേബർ ലോ പ്രകാരം, ലേബർ നിയമപ്രകാരം ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ലൈഫ് വാലിഡിറ്റി സംസാരം ചോദിക്കുന്നവരാ. ജീവിതകാലത്ത് മൊത്തം സേവനം വേണമെന്ന് ഉള്ള സംസാരക്കാരാ. അറിയാമല്ലോ, ക്രിമിനൽ കോടതി, അവര് പോലീസുകാര്, ഇവര് മറ്റേ നാട്ടുകാരുടെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. ഇവരെല്ലാം ലൈഫ് ലോങ് നമ്മൾ അവരെ അങ്ങ് സേവിച്ചോണമെന്നുള്ള. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ഇവർക്കൊക്കെ ലൈഫ് വാലിഡിറ്റി ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ കുടുംബാംഗങ്ങൾക്ക് വെളിയിലുള്ള മജിസ്ട്രേറ്റ് ആന്ന് പറഞ്ഞാലും, ഇപ്പൊ പോലീസാന്ന് പറഞ്ഞാലും, നാട്ടുകാരാന്ന് പറഞ്ഞാലും, ബാക്കിയുള്ള ആരാന്ന് പറഞ്ഞാലും, നമുക്ക് ഒരു 8 മണിക്കൂറത്തെ സംസാരം, ഒരു ദിവസം 8 മണിക്കൂർ നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്ന ഒരു ലേബറിന്റെ സമയക്കൂലി അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ചോദിച്ച് നമ്മളെ കൊല്ലുമെന്നോ നമ്മളെ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ലൈഫ് വാലിഡിറ്റി സംസാരമായി അല്ലേ? ലൈഫ് വാലിഡിറ്റി, അതായത് ജഡ്ജ്മെന്റ് എഴുതുന്ന ജഡ്ജിയാണ് ലൈഫ് വാലിഡിറ്റി സംസാരം തരുക. എനിക്ക് സർക്കാർ ജോലിയൊന്നുമില്ല, ജീവിതകാലം മൊത്തം ശമ്പളം മേടിക്കുന്ന സംവിധാനം ഒന്നുമില്ല. അപ്പൊ എനിക്ക് ലൈഫ് വാലിഡിറ്റി സംസാരം ഇല്ലാത്ത, ഞാൻ സാധാ ഒരു തൊഴിലാളി, 8 മണിക്കൂറത്തെ തൊഴിലാളിയാ. അപ്പൊ ഈ ലൈഫ് വാലിഡിറ്റി സംസാരം കട്ടായം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ 8 മണിക്കൂറത്തേന് ഇരുന്ന് ജോലി ചെയ്യും, എന്ത് ജോലിയും ചെയ്യാം. അത്രേ ഉള്ളൂ. ആ 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാനുള്ള സമയം കൂടെ തീർന്നു കിട്ടി. കാരണം ഒന്നാമത് ഞാൻ ചെയ്യുന്ന ജോലികൾക്ക് പോലും നിങ്ങൾ ശമ്പളം തരാറില്ല. അപ്പൊ ഇത് നമുക്ക് ഡോളർ വഴി കിട്ടും, അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് വേറെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ലേബർ ലോ പ്രകാരം സംസാരിക്കാം, ലേബർ കോടതി വഴി എന്നെ വിളിക്കാം ഇക്കാര്യം സംസാരിക്കാൻ. അല്ലാണ്ട് ക്രിമിനൽ കോടതി വഴി യാതൊരു വാലിഡിറ്റി ഇല്ല. കാരണം നിങ്ങൾ ലൈഫ് വാലിഡിറ്റി സംസാരം എങ്ങനെയാ തരുന്നത്? ഒരു
സർക്കാർ ജോലി വന്നു കഴിഞ്ഞാൽ ലൈഫ് വാലിഡിറ്റി, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ജയിൽ ശിക്ഷയാണ് വരുന്നത് ലൈഫ് വാലിഡിറ്റി, അല്ലേ? ജയിൽ ശിക്ഷയാണ് വരുന്നത്. പിന്നെ ലേബർ ലോ പ്രകാരം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വകാര്യ മേഖല ജോലി ചെയ്യുന്നത്, 8 മണിക്കൂറത്തെ സംസാരം. പക്ഷെ എൻ്റെ ഈ അവകാശം നിങ്ങൾ ജഡ്ജിമാരോ മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കോ മോട്ടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശമൊന്നുമില്ല. കാരണം ഞാൻ ഇതിനകത്ത് പല ഇല്ലീഗൽ കണ്ടന്റും അതും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടപ്പിലാക്കാനുള്ള പവർ ഉള്ളവരാ. നിങ്ങൾക്ക് ലൈഫ് വാലിഡിറ്റി നടപ്പിലാക്കാനുള്ള പവർ ഉള്ളവരാ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിവരം മാറും. പക്ഷെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞൊരു ഞാൻ എഴുതി കഴിഞ്ഞൊരു 2 മിനിറ്റത്തെ വാലിഡിറ്റി, 8 മണിക്കൂറത്തെ വാലിഡിറ്റി. ഇതിനപ്പുറം ആരും ഉപയോഗിച്ചാലും നമുക്കത് അറിയത്തില്ല. പിന്നെ അത് പഠന വിഷയവും മറ്റുള്ള കാര്യങ്ങളുമാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇനി ലീഗലായിട്ടോ എങ്ങനെ വേണം നിങ്ങൾ ലേബർ നിയമപ്രകാരം സംസാരിക്കണം മെയിനായിട്ട്. എന്നെ വന്ന് തല്ലാനും കൊല്ലാനും അടിക്കാനും പിടിക്കാനും ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്താനും പേനാവലിപ്പം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലൈഫ് വാലിഡിറ്റിയാണ് ചോദിക്കുന്നതെന്ന്, പട്ടിയാക്കാനുള്ള അടിമയാക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അപ്പൊ മൊത്തം വായിക്കണം. ഈ വെൺമണി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പുള്ളിയൊക്കെ രാജസ്ഥാനിലൊക്കെ ചെന്നായിരുന്നോ? ചെന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കാര്യം എനിക്കറിയണം. നിങ്ങളുടെ കീഴിൽ എനിക്കൊരു 8 മണിക്കൂറത്തെ സംസാരമോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറത്തെ സംസാരമോ മതി. പിന്നെ നിങ്ങൾ അടിച്ചാലും കൊന്നാലും ഒക്കെ പിന്നെ നമ്മളെ ലൈഫ് വാലിഡിറ്റി പോകുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെ വരുമ്പോൾ, ലൈഫ് വാലിഡിറ്റി ആവുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ സംസാരിക്കും. വരുവാ പുള്ളിക്കാരി ഇപ്പൊ മാറിയല്ലേ, ചെങ്ങന്നൂർ മാറിയല്ലേ? ഇത് എന്തുവാ പുള്ളിക്കാരി മാറി, ഇപ്പൊ വേറെ ജഡ്ജിയാണോ? വേറെ ജഡ്ജി പുള്ളിക്കാരി മാറി. മാറട്ടെ, നമുക്കറിയത്തില്ല. നമ്മള് എവിടാ പുള്ളിക്കാരിയുടെ വീട് പത്തനംതിട്ടയാ. ഇപ്പൊ എങ്ങോട്ടാ മാറിയെന്നതിന് പുള്ളിക്കാരിയുടെ വീട് നമ്മുടെ ഇപ്പൊ ഒരു കേസ് കോടതി നടക്കുന്നുണ്ട്. അതെന്തേലും നടക്കട്ടെ, നമുക്കിത് അറിയത്തില്ല. നമ്മള് അത് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അഡ്വക്കേറ്റ് ഇത് നമുക്കറിയത്തില്ല. നമ്മള് ലൈഫ് വാലിഡിറ്റി കൊല്ലുന്നുള്ള രീതിയിൽ ഒക്കെ സംസാരിക്കുമ്പോ നമുക്ക് പിന്നെ പുള്ളിക്കാരനെ അറിയാം, വിനോദ് സാർ കുന്തലല്ലേ, അഡ്വക്കേറ്റ് വിനോദ്. അത് നമുക്ക് ഇവരൊന്നും നമുക്കറിയത്തില്ല. നമ്മള് ഈ എന്തിനാ നമ്മളെ കമ്പി അവിടെ ഉണ്ടല്ലോടാ, നമ്മുടെ വിനീത് എവിടെ, കുന്തല എവിടെ താമസിക്കുന്നത്? കുന്തല അമ്പിമുക്കിന്. എന്തേ? എന്റെ വീട് അരീക്കല്, FND സ്കൂൾ തൊട്ട് വടക്കേ വീട് അരീക്കൽ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ലേബർ പ്രകാരം സംസാരിക്കാമല്ലോ. ഈ ക്രിമിനൽ നിയമപ്രകാരം അടിപിടി കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ലൈഫ് വാലിഡിറ്റി സംസാരം. വിനീതിന്റെ ജോലി എന്തുവാ? എന്റെ പേര് വിനീഷ് മോഹൻ. അപ്പൊ നിങ്ങൾ നടപ്പിലാക്കാൻ പവറുള്ളവർ നല്ലതായിട്ട് സംസാരിക്കുക. എനിക്ക് ഡ്രൈവിംഗ്, അങ്ങനെ ഞാൻ എന്ത് പണിക്കും പോകും. ഇങ്ങനെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പണികൾക്ക് പോകും. വിനോദ് സാറിന്റെ വീട് പുന്തലേ, അഡ്വക്കേറ്റ് അറിയാമോ? വിനോദ് KG അറിയത്തില്ല. നമുക്ക് ഇവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നും, നമ്മൾ ലേബർ പണിക്ക് നടക്കുന്നത്. നമ്മുടെ സംസാരം ഒന്നും ഇത്രയ്ക്ക് മണിക്കൂർ എത്ര മിനിറ്റ് അങ്ങാണ്ടേ വാലിഡിറ്റി ഉള്ളു, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പൊ ഈ വക്കീലുമാരൊക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ, നിങ്ങൾ ക്രിമിനൽ ലോ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. അത് ലേബർ നിയമപ്രകാരം സംസാരിക്കുന്നവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് വാലിഡിറ്റി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയാണ് അത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 8 മണിക്കൂറത്തെ പൈസ വെച്ചിരിക്കണം. അല്ലാണ്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജി ആയാലും ആരാണെങ്കിലും ഇത് പോവും, പണി പോവും. കാരണം പിന്നെ അവിടെ വേറൊരു ലേബർ കോടതി തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ചെങ്ങന്നൂരാണെങ്കിലും മാവേലിക്കരയാണെങ്കിലും ഇവരെ കൺട്രോൾ ചെയ്യാൻ തന്നെ ഒരു ലേബർ കോടതി വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. ഇവരുടെ സംസാരം സൂക്ഷിക്കണം. നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുമ്പോഴൊക്കെ ഇവര് ക്രിമിനൽ ലോ പ്രകാരം റൗഡി എന്നുള്ള രീതിയിലാണ്. എന്റെ പണി അലൂമിനിയം ഫാബ്രിക്കേഷൻ. ഈ കാര്യങ്ങളൊന്നും അവർ പറയാറില്ല. ഞാൻ എഴുതിയെന്ന് പോലും ഇവർ പറയാറില്ല. ഇങ്ങനെ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നു, എഴുതിയ കാര്യം പോലും ഇവർ പറയാറില്ല. ഇങ്ങനെ ഒരു എഴുത്തുണ്ടെന്ന് പോലും ഇവർ കണ്ട ഭാവം നടിക്കാറില്ല, നമ്മളൊരു പരാതി കൊടുത്താൽ പോലും. അപ്പൊ ഇവരെ ഞാൻ എങ്ങനെ കൈകാര്യം, ഇവരെ കൺട്രോൾ ചെയ്യാൻ വേറൊരു കോടതി അവിടെ വേണം, ലേബർ നിയമം പറയുന്ന കോടതി. ഇവര് കാശ് കൊടുത്താലേ എന്തെങ്കിലും കാണത്തുള്ളൂ. അപ്പൊ അവര് കണ്ടോണ്ട്, അവരുടെ കാര്യം തന്നെ കണ്ടോണ്ട് എനിക്ക് ഇങ്ങോട്ട് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ശരിയെന്നാ.